ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടീഷ് അയൺ വർക്ക് സെൻറ്റർ കാണാൻ പോയിരുന്നു ഓസ്വെസ്ട്രിയിൽ. അപ്പോൾ അതിൽ നമ്മൾ കണ്ട കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് കയ്യിലൊരു ബാൻഡ് കെട്ടൻ തന്നിട്ട് നമ്മൾ ടോക്കൺ എടുത്ത് കഴിയുമ്പോൾ അഡൽട്ട്സിനാണ് പേയ്മെൻറ്റ് ഉള്ളൂ, കുട്ടികൾക്ക് പേയ്മെൻറ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. 10 പൗണ്ടാണ് കേട്ടോ അവിടെ ഒരാൾക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് എത്ര ടൈമിൽ അവിടെ സ്പെൻഡ് ചെയ്യാം. അവിടെ അതിമനോഹരമായിട്ടുള്ള കുറേ അനിമൽസ്, അതുപോലെ തന്നെ ഈ സൂപ്പർമാൻ, അയൺമാൻ, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഇരുമ്പ് വെച്ചിട്ട്. അത് നമ്മൾ കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടുള്ള നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരുന്നത്. മനുഷ്യനിർമ്മിതമാണോ എന്ന് പോലും നമുക്ക് സംശയിച്ച് പോകും. അത്രയ്ക്കും മനോഹരമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും നമുക്ക്. ഇത് ഒറിജിനൽ ആണോ എന്ന് പോലും നമ്മൾ സംശയിച്ച് പോകുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ അത് തന്നെയെല്ലാം ഈ അയൺമാൻ, സൂപ്പർമാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മിക്കതും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വണ്ടികളുടെയൊക്കെ വേസ്റ്റ് പാർട്സ് വെച്ചിട്ടാണ്. ചെയിൻ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് എന്തൊക്കെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നാണ് നമ്മളിവിടെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കുട്ടികളത് കണ്ടുപിടിച്ച് ഇത് ഇന്ന പാർട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു കഴിവ് കിട്ടുന്നതോടൊപ്പം തന്നെ അവരത് ഇന്ന സാധനങ്ങൾ, വേസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പുതിയ എന്തെങ്കിലുമായിട്ട് റീസൈക്കിളായിട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഇതുകൂടെ കുട്ടികൾക്ക് അറിവ് കൂടെ അതിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾ അവിടെ ചെന്നിട്ട് കളിക്കുകയും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിരുന്നു തയ്യാറായത്. പക്ഷേ ഇവിടുത്തെ ഇംഗ്ലീഷ് കുട്ടികൾ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവരത് ഓരോന്ന് കണ്ട് വാച്ച് ചെയ്ത് ഇതെന്താണ് സംഭവം, ഇത് എന്തൊക്കെ പാർട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തിൻ്റെ പാർട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് വേസ്റ്റ് മെറ്റീരിയലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ അവർ കണ്ടു പഠിക്കാനായിട്ട് ശ്രമിച്ചത്. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നടുവിലൂടെ റോഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഓരോ ഐറ്റംസും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ മൃഗങ്ങളെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. അതും പുല്ലിലൊക്കെയാണ്. അതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും ഒറിജിനൽ, ഇപ്പോൾ തന്നെ ഇത് കാണുമ്പം ഒറിജിനൽ മാനാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അതുപോലെ പല അനിമൽസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരുപാട്. അപ്പം കാണാൻ നല്ല ഭംഗിയാട്ടോ. നമുക്കിത് മനുഷ്യനുണ്ടാക്കാൻ ഇത്രയ്ക്കും, മനുഷ്യനെ കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പോലും നമ്മൾ അതിശയിച്ചു. അതും ഇരുമ്പ് വെച്ചിട്ട് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പല മെറ്റീരിയൽസും വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ല ഭംഗിയാണ്. ഒരുപാട് പേര് ഇങ്ങനെ അതിലൂടെ കാണാനായിട്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് സമയം അവിടെ വന്ന് കുട്ടികളുമായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം വളരെ കുഞ്ഞു സാധനങ്ങൾ പോലും അവരുണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റേതായ പെർഫെക്ഷനോട് കൂടിയിട്ടാട്ടോ. അപ്പോൾ കഴിയുന്നവരെല്ലാവരും ഒന്ന് കുട്ടികളെ കൊണ്ടൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയാൽ നല്ലതാണ് ഇവിടെ UK-യിലുള്ളവർ. കാരണം അത്രയ്ക്കും മനോഹരമാണ് അവിടുത്തെ ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു രാവിലെ 9 മണിയോടുകൂടി പോയിട്ട് ഒരു ഉച്ചയ്ക്ക് 1 മണി വരേക്കും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പം അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി പോകാൻ കഴിയാത്തവരാണെങ്കിൽ പോലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കണ്ട ഒട്ടുമിക്ക സംഭവങ്ങളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായിട്ട് തന്നെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും നമുക്കിതുപോലെയൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെയുള്ള ഇരുമ്പിൽ നിർമ്മിച്ചിരിക്കുന്ന മൃഗങ്ങളും അതുപോലെയുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ അതിശയമായിപ്പോയി. മനുഷ്യൻ്റെ കഴിവുകൾ ഇത്രത്തോളം കഴിവുള്ള മനുഷ്യരുമുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ. വെൽഡ് ചെയ്ത് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആ ഒരു മൃഗത്തിൻ്റെ സെയിം രീതിയിൽ, ആ സെയിം കറക്റ്റ് പെർഫെക്ഷനോട് കൂടിയിട്ട് ആനിമലിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നത് അത് ഭയങ്കരം തന്നെയാണ്. നമ്മൾ അതിശയിപ്പിച്ച് കളയുന്ന രീതിയിലാണ് അവിടെ ഓരോന്നും പെർഫെക്ഷനോട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളവിടെ കണ്ട അയൺ വർക്ക് സെൻറ്റർ, അതായത് ബ്രിട്ടീഷ് അയൺ വർക്ക് സെൻറ്റർ എന്നാണ് പറയുന്നത്. ഓസ്വെസ്ട്രിയിലാണ്. അപ്പം ഞങ്ങൾ കണ്ട കാഴ്ച
കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. ഞങ്ങൾക്ക് ഇത്തിരി അതായത് നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ ഇത്തിരി വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് കുട്ടികൾ ഇത്തിരി ടയേർഡായിരുന്നു ഉച്ചയായപ്പോഴേക്കും, കാരണം നല്ല വെയിലുള്ള ദിവസമായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഇത് കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. കുട്ടികൾ എത്രത്തോളം എൻജോയ് ചെയ്തു എന്നുള്ളത് എന്നതിനേക്കാൾ ഉപരി നമുക്കിത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നത് കൊണ്ട് തന്നെ കാണാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഓരോന്നും മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിച്ചു. കുട്ടികൾ ടയേർഡായെങ്കിൽ കൂടിയും അവരെ കൊണ്ടുനടന്ന് ഇതെല്ലാം കാണിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ ഞങ്ങൾ കണ്ട കാഴ്ചകൾ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ ഓസ്വസ്ട്രിയിലെ ഈ ബ്രിട്ടീഷ് അയൺ വർക്ക് സെൻറ്റർ കണ്ട ശേഷം ഞങ്ങൾ പോയത് നേരെ വെയിൽസിലെ ബാർമൗത്ത് ബീച്ചിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ പോയപ്പോൾ നമ്മൾ പോയ വഴികളിൽ കണ്ട കാഴ്ചകളും അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളും ബീച്ചും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ അനിമൽസും ഓരോ ചെറിയ ആർട്ട് പോലും അവർ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അത്രമാത്രം ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാട്ടോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡോഗ് തന്നെയാണെങ്കിൽ അതിൻ്റെ ഫേസൊക്കെ നോക്കി നല്ല കറക്റ്റ് പെർഫെക്ഷനോട് കൂടി ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവർ ഇരുമ്പിൻ്റെ ഈ മെറ്റീരിയൽസ് വെച്ച് ഇത്രയും പെർഫെക്റ്റോട് കൂടി ഇത്ര പെർഫെക്ഷനായിട്ട് ചെയ്യുന്ന നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്ന ഓരോന്നും നമുക്ക് എന്താ പറയുക, നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് അപ്പോൾ നമ്മളവിടെ കണ്ടപ്പോൾ അവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ചു നമ്മൾ. അപ്പോൾ അവരവിടെ ഒത്തിരി ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ കംപ്ലൈൻറ്റ് വന്ന് അവിടെ കൂട്ടി അവർ വെച്ചിട്ടുണ്ട്, ഒത്തിരി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആർട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് റീസൈക്കിളായിട്ട് ആ പ്രൊഡക്റ്റിനെ റീസൈക്കിൾ ചെയ്ത് ഇങ്ങനെ പുതിയ ആർട്ടുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഒത്തിരി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പഴയ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടൊക്കെയാണ് ഇതുണ്ടാക്കുന്നത്. പോലും നമ്മുടെ കേടായിട്ടുള്ള കംപ്ലൈൻറ്റ് വരുന്ന വണ്ടികളുടെയൊക്കെ പാർട്സുകൾ വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ടാട്ടോ ഈ മൃഗങ്ങളും ഈ ഇവിടെ കാണുന്ന ഓരോ ആർട്ടും അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പിള്ളേരൊക്കെ ടയേർഡായി തുടങ്ങിയായിരുന്നു ഉച്ചയായപ്പോഴേക്കും. കാരണം നല്ല വെയിലായിരുന്നു, നല്ല വെയിലുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള പ്ലാനാണ്. ഇനി ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പം പോകുന്ന വഴിക്കൊരു മാക്ഡൊണാൾഡ്സ് കണ്ടു. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ് കഴിച്ചു കേട്ടോ. ഒരു ലഞ്ച് പാക്കേജ്, കുറച്ച് എന്താ പറയുക ബർഗറും കോളയും കുറച്ച് ചിപ്സൊക്കെ അടങ്ങുന്ന ഒരു പാക്കേജാണ്. അങ്ങനെ എല്ലാവർക്കും അത് വാങ്ങി കഴിച്ചു. അങ്ങനെ വയറൊക്കെ ഫുള്ളായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ നേരെ ബാർമൗത്ത് ബീച്ച് കാണാനായിട്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, വെയിൽസിലോട്ട് പോകുന്ന വഴിയാട്ടോ ഇത്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. രണ്ട് വശങ്ങളാണെങ്കിലും പുൽമേടുകളും എന്താ പറയുക ഒരു കുന്നുകളും നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. പോകുന്ന വഴിയിലൂടെ നമ്മൾ കണ്ട കാഴ്ചകൾ. നമ്മളങ്ങനെ അവിടെ ബീച്ചിൽ എത്തിക്കഴിഞ്ഞാണെങ്കിലും ബീച്ചിൽ കാണാനും നല്ല മനോഹരം. ബീച്ചിലെത്തി നമ്മൾ എത്തിയതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഒരു സൈഡ് മൊത്തം ഇങ്ങനെ എന്താ പറയുക നല്ല മലകളും ഒക്കെ ആയിട്ട് അതിനോട് ചേർന്ന് താഴെ നല്ല വിശാലമായിട്ടുള്ള നമ്മുടെ ബീച്ച്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ബീച്ച് ചെന്ന് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പതുക്കെ അവിടെ ബോളൊക്കെ വെച്ച് കളിക്കാൻ തുടങ്ങി. മണൽ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് കളിച്ചു. അതിന് ശേഷം അവർ പതുക്കെ നമ്മുടെ ബീച്ചിലോട്ട് ചെന്ന് ബീച്ചിൽ എന്താ പറയുക വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനുള്ള പരിപാടിയായിരുന്നു പിന്നീട്. അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിൽ നന്നായിട്ട് കളിച്ച് എൻജോയ് ചെയ്തു. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം ഞങ്ങൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. 3 ഫാമിലി ആയിരുന്നു, ഞങ്ങൾ 3 ഫാമിലി ആയിട്ടാണ് പോയത്. അങ്ങനെ ഒരു ഫുൾ ഡേ നമ്മൾ നമ്മുടെ ഓസ്വസ്ട്രി ബ്രിട്ടീഷ് അയൺ വർക്ക് സെൻറ്റർ കാണാനും അതിനുശേഷം ബീച്ചിലും നമ്മൾ സ്പെൻഡ് ചെയ്തു. നമ്മളുടെ ഈ എന്താ പറയുക എല്ലാ ദിവസവും ജോലിയൊക്കെ ചെയ്ത് നമ്മൾ ടയേർഡായിട്ടിരിക്കുമ്പോൾ വീക്കിലി ചിലപ്പം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസമൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫാമിലിയായിട്ട് മക്കൾ ഒരുമിച്ച് പോകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക വിദേശങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും എൻജോയ് ചെയ്യാനായിട്ട് നാട്ടിലെ പോലെ ഒരു അവസരങ്ങളും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇടയ്ക്ക് ട്രിപ്പ് പോകുക അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുക ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് സമയം നമ്മുടെ ഒരു ഓഫ് ഡേ നമ്മളിതിനായിട്ട് മാറ്റി വെച്ച് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ
നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ ഇത് വെയിൽസിൻ്റെ ഫ്ലാഗാണ് കേട്ടത് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. വെയിൽസിലെ ഫ്ലാഗാണിത്. അപ്പം ബീച്ചിൻ്റെ സൈഡിൽ അങ്ങനെ ഫ്ലാഗ് കണ്ടപ്പോൾ നിങ്ങൾ കാണിച്ചതെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്രയിലുടനീളം ഞങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചെറിയ ഒരു ദിവസം. അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് എടുത്തതും പിന്നെ ഓസ്വെസ്ട്രി അവിടെ ബ്രിട്ടീഷ് അയൺ സെൻറ്ററിലെടുത്തതും ബ്രിട്ടീഷ് അയൺ വർക്ക് സെൻറ്ററിലെടുത്തതും അങ്ങനെ മൊത്തം കുറച്ച് ഫോട്ടോസൊക്കെ ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫോട്ടോസൊന്നും ഷെയർ ചെയ്തിട്ടില്ല, ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുവരെ ബൈ.